പറഞ്ഞു തീർത്തില്ല. ഇത് കൈകാര്യം ചെയ്തു കൊടുക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. കഴിഞ്ഞ 2 മാസമായി ഈ ഇഷ്യൂ നിലനിൽക്കുകയാണ്. നിങ്ങളിത് സ്വാഭാവികമായി ഉണ്ടായ ഇഷ്യൂ എന്ന് പറയരുത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭ വാഹനമെടുത്ത് ഏകദേശം 100-ൽ കൂടുതൽ വാഹനം സെപ്പറേറ്റ് എടുത്ത് ടാങ്ക് അവിടെ വെച്ച് 20,000 ലിറ്ററിന്റെ വണ്ടിയിൽ അവിടെ നിർത്തിയിട്ട് ചില ഇടറോഡുകളിൽ പോകാത്തതുകൊണ്ട് 2,000 ലിറ്ററിന്റെ വണ്ടിയിലാണ് നമ്മൾ വീടുകളിൽ വെള്ളം എത്തിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി തുടർന്നിട്ട് നിങ്ങളിത് ഇപ്പം തുടർന്ന പ്രക്രിയ എന്നൊന്നും പറയരുത്. ഇത് വലിയ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂവിന് നിങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങളോട് പറയണം. അല്ലാതെ ഇത് എല്ലാ സമ്മറിലും ഉണ്ടാകണമെന്ന് പറഞ്ഞ് തീരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെളിയിൽ കേട്ടാൽ പോലെ. ഇവിടെ ഞങ്ങൾ ഈ സമരത്തിന് വേണ്ടി വന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ലാഘവത്തോടെ കാണാനല്ല. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ കുടിവെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ഉള്ളിൽ താമസിക്കുന്ന ആളിന് നഗരസഭയ്ക്ക് ഒരു വാഹനത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. നഗരസഭ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇനി ഈ നാട്ടിലുള്ള മുഴുവൻ ടാങ്കറുകളും വാടകയ്ക്കെടുത്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം തന്നെയാണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, മാഡം തന്നെ പറഞ്ഞല്ലോ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. എനിക്ക് ഞാൻ ആ പോയിന്റിൽ തന്നെ അവര് പറഞ്ഞ അല്ല മാഡം പറഞ്ഞ പോയിന്റിൽ തന്നെ ഞങ്ങൾ മാഡം ഇപ്പൊ പറഞ്ഞല്ലോ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടതെന്ന്. ആ ഗവൺമെന്റ് ചെയ്യേണ്ടതിന് ഗവൺമെന്റ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് പറയുന്നത് നഗരസഭയുടെ ഉത്തരവാദിത്വം, നഗരസഭയുടെ ഉത്തരവാദിത്വം മാത്രമാണ്. അല്ല, നിങ്ങൾ പറയൂ, നഗരസഭയുടെ ഉത്തരവാദിത്വം മാത്രമാണോ? ഒരു ഗവൺമെന്റ് എന്തിനാണ് ഇവിടെ ഉള്ളത്? ഈ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ? റോഷി അഗസ്റ്റിനില്ലേ? വകുപ്പ് മന്ത്രിക്കില്ലേ? ഡിപ്പാർട്ട്മെന്റിനില്ലേ?